അസ്സലാമു അലൈക്കും. സ്ക്രീനിലേക്ക് നോക്കൂ. ഹബിൽ കാണുന്നുണ്ടോ? ഹബിൽ. കയറിന് അറബിയിൽ പറയുന്ന പേരാണ് ഹബിൽ. എന്താണ്? ഹബിൽ. ഹബിൽ. ഇനി സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എല്ലാവരും ഒന്ന് വായിക്കണേ. ഹബലുൻ. 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 ഹുജുബുൻ. 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 ഹിജാബുൻ. 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 ബഹ്റുൻ. 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 ഇനി നമുക്ക് ഹാഇന് ഫത്ഹ തൻവീൻ, ലമ്മ തൻവീൻ, കസ്റ തൻവീൻ കൊടുത്ത് വായിച്ചു നോക്കാം. സബ്ഹൻ. 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 സബ്ഹുൻ. 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 സബ്ഹിൻ. 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 ഇനി ഹാഇനെ നീട്ടുന്നതാണ്. ഹാജിബുൻ. ഹാജിബുൻ. ഹാഇന് ശേഷം അലിഫ് വന്നു അല്ലേ? ഹാജിബുൻ. ഹൂത്തുൻ. ഹൂത്തുൻ. ഹാഇന് ശേഷം വാവ്. ലമ്മയെ നീട്ടാൻ വാവാണ്. അപ്പോൾ ഹൂത്തുൻ. ഹൂത്തുൻ. നെക്സ്റ്റ് ജഹീമുൻ. ജഹീമുൻ. ഹാഇന് ശേഷം യാ. കസ്റയെ നീട്ടാൻ യാ. ജഹീമുൻ. ജഹീമുൻ. ഈ അക്ഷരത്തിൻ്റെ പേരെന്താ അറിയോ? എന്താണ്? എല്ലാവരും വായിക്കൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താണ് നമ്മൾ കയറിന് പഠിച്ചത്? ഹബിൽ. കയറിൻ്റെ അറബി പദമാണ് ഹബിൽ. ഹബിൽ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.